ഉണ്ണീശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഇന്നത്തെ വചന വിചിന്തനത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീതത്തിൽ നിന്നുള്ള ഭാഗമാണ്. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവചനം. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഉയർച്ച താഴ്ചകൾക്ക് മനുഷ്യന്റെ സ്വഭാവ സവിശേഷതകൾ ഒരു പരിധിവരെ കാരണമാകാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതം ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. നമുക്കറിയാം, മറിയത്തിന്റെ ഹൃദയഭാവം എല്ലായ്പ്പോഴും വിനയത്തിന്റെ ഭാവമായിരുന്നു. എളിമയുള്ള ഹൃദയത്തോടെ മറിയം ദൈവഹിതം നിറവേറ്റുവാൻ എപ്പോഴും സന്നദ്ധയുമായിരുന്നു. അതുകൊണ്ടാണ് ദൈവകുമാരന്റെ അമ്മയാകുവാൻ അവൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മളും മറിയത്തെ പോലെ ദൈവവചനം കേൾക്കുവാനും അത് ഹൃദയത്തെ സ്വീകരിച്ച് എളിമയോടുകൂടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തയ്യാറായാൽ നമ്മളും നമ്മിലൂടെ നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ഇന്ന് നമുക്ക് പ്രത്യേകമായി തലമുറകളായിട്ട് രോഗങ്ങളാലും കുടുംബ പ്രശ്നങ്ങളാലും മാനസിക രോഗവൈകല്യങ്ങളാലും ദുരിതമനുഭവിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഉണ്ണീശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.